നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നിരോധിത മേഖലയിൽ പറക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാനുള്ള തോക്കും സമരങ്ങളെ നേരിടാൻ ഹെൽമറ്റും ഷീൽഡും ഉൾപ്പെടെ വാങ്ങി പോലീസ് സേനാ നവീകരണത്തിന് സർക്കാർ അനുമതി. ഡ്രോണുകളുടെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനും പണം നീക്കിവെച്ചിട്ടുണ്ട്. വിവിധ ജില്ലകൾക്കായിട്ടാണ് ഇത്തരം തോക്കുകൾ വാങ്ങുക. ഡ്രോൺ ലാബിനായും പണം അനുവദിച്ചിട്ടുണ്ട്. സമര വേലിയേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കൂട്ടത്തെ നേരിടുന്നതിന് പോലീസ് ഉപകരണങ്ങൾ തികയുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു. 80 ലക്ഷം രൂപ ചെലവിൽ വൈസറുള്ള ഹെൽമറ്റുകളും ശരീര സംരക്ഷണത്തിനുള്ള ഷീൽഡുകളും വാങ്ങും. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹെൽമറ്റും ധരിച്ച് സമരങ്ങളെ നേരിടേണ്ട അവസ്ഥയ്ക്ക് ഇത് പരിഹാരമുണ്ടാകും. പോലീസിന് കീഴിലുള്ള സംസ്ഥാന ഫോറൻസിക് ലാബിൽ ആധുനിക പരിശോധനാ സംവിധാനങ്ങൾക്കുള്ള ഉപകരണങ്ങളും വാങ്ങും. 3 ട്രൈനോക്കുലർ റിസർച്ച് മൈക്രോസ്കോപ്പ് ഉൾപ്പെടെയാണിത്. നമ്പർ പ്ലേറ്റുകൾ തിരിച്ചറിയാനാകുന്ന പോലീസിന്റെ ക്യാമറ കൂടുതൽ പ്രദേശങ്ങളിൽ സ്ഥാപിക്കും. ഇതിൽ മുഖം തിരിച്ചറിയാനാകും. കൺട്രോൾ റൂമുകളും നവീകരിക്കും. സൈബർ ക്രൈം അന്വേഷണത്തിനായും പുതിയ സംവിധാനങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ആധുനിക സൈബർ ഫോറൻസിക് ടൂളുകൾ സജ്ജമാക്കും. സൈബർ സുരക്ഷാ മാൽവെയർ ലാബുകൾ സജ്ജമാക്കാനും പണം അനുവദിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പും തയ്യാറാക്കും. കേസ് അന്വേഷണത്തിനുൾപ്പെടെ ഉപയോഗിക്കാനാകുന്ന തരത്തിലാകും ഇത് തയ്യാറാക്കുക. മെഷീൻ ലേണിംഗിനായി പുതിയ സോഫ്റ്റ്വെയർ വാങ്ങുകയോ തയ്യാറാക്കുകയോ ചെയ്യും. ഫോൺ നമ്പർ പരിശോധന, സാമൂഹിക മാധ്യമ ഉള്ളടക്ക പരിശോധന, വിവരച്ചോർച്ച പരിശോധിക്കൽ തുടങ്ങിയവയ്ക്കുള്ള സോഫ്റ്റ്വെയർ സൈബർ സുരക്ഷാ വിഭാഗത്തിനായി സജ്ജമാക്കാനും പണം അനുവദിച്ചിട്ടുണ്ട്.